കൃഷ്ണരാജ്, ഇപ്പോൾ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്താനായി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. BJPയുടെ പ്രധാനപ്പെട്ട ഒന്നിലധികം നേതാക്കൾക്ക്, ഗവർണർക്ക് വോട്ട് ഇവിടെയാണ്, രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ഇവിടെയാണ്, രാജഗോപാലിന് വോട്ട് ഇവിടെയാണ്, അതോടൊപ്പം തന്നെ കോൺഗ്രസ് നേതാവായ KM മുരളീധരന് വോട്ട് ഇവിടെയാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷിനൊപ്പം ഇവിടുത്തെ സ്ഥാനാർത്ഥിയായിട്ടുള്ള S മധുസൂദനൻ നായർക്കുമൊപ്പം വോട്ട് രേഖപ്പെടുത്തുന്നതിനായി കവടിയാർ ജവഹർ നഗറിലെ ജവഹർ നഗർ LP സ്കൂളിലെ ബൂത്തിലേക്ക് എത്തുകയാണ് അദ്ദേഹം. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, അദ്ദേഹം മറ്റ് വോട്ടർമാർക്കൊപ്പം ക്യൂ നിന്ന് വോട്ട് രേഖപ്പെടുത്തുകയാണ്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും സജീവമായി തിരുവനന്തപുരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും കരുക്കൾ നീക്കുന്ന ആളുകളൊക്കെ ഒരേ സ്ഥലത്ത് കേന്ദ്രീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ശബരിനാഥനും ഇവിടുത്തെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായ, തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളായ ശബരിനാഥനും ഇവിടെ തന്നെയുണ്ട്. മറ്റ് ഇവിടെയുള്ള 4 ബൂത്തുകളിൽ ഒന്നിൻ്റെ മുന്നിൽ അദ്ദേഹമുണ്ട്. അതോടൊപ്പമാണ് S മധുസൂദനൻ നായർ ഇവിടെയുണ്ട്. ഇപ്പോൾ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടെയുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്കും KM മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ഈ ബൂത്തിലേക്ക് എത്തും. 11 മണിയോടെയാണ് ഗവർണർ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുക എന്നുള്ളതാണ്. ഇവിടെയുള്ള 4 ബൂത്തുകളിൽ ഒന്നിൽ ഗവർണർ വോട്ട് രേഖപ്പെടുത്തും. 5-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത്. അങ്ങനെ ഗവർണർ അടക്കം വോട്ട് ചെയ്യുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 1-ാം ഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഏറ്റവും VIP-കൾ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു കേന്ദ്രമായി കവടിയാറിലെ ഈ ജവഹർ നഗർ സ്കൂള് മാറുക എന്നുള്ളതാണ്. ഇവിടെയുള്ള 4 ബൂത്തുകളിലും, ഈ കവടിയാർ വാർഡിലെ ആകെ 5 ബൂത്തുകളാണുള്ളത്. അതിൽ ഒരു ബൂത്ത് മറ്റൊരു സ്കൂളിലാണ്. അതോടൊപ്പം പക്ഷേ ബാക്കിയുള്ള 4 ബൂത്തുകളും ഈ സ്കൂളിൽ തന്നെ, അതായത് ജവഹർ നഗർ സ്കൂളിൽ തന്നെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ പലയിടങ്ങളിലായി 4 ബൂത്തുകളിലായി ഒരുപാട് VIP-കൾ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയേണ്ടത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാഴ്ചകളൊന്നാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഈ കവടിയാർ വാർഡിൻ്റെ ഒരു രാഷ്ട്രീയ പോരാട്ടം ഞാൻ നേരത്തെ ലൈവിൽ നിൽക്കുമ്പോൾ ഒന്ന് സൂചിപ്പിച്ചു വിട്ടിരുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളുള്ള K ശബരിനാഥനാണ് മത്സരിക്കുന്നത്. K ശബരിനാഥനെ പുട്ടനായി BJP രംഗത്തിറക്കിയിരിക്കുന്നത് 2 തിരഞ്ഞെടുപ്പുകളിലായി ഒരു മേയറെയും അതോടൊപ്പം തന്നെ KPCCയുടെ വാർഡ്, അല്ലെങ്കിൽ KPCC ആസ്ഥാനം ഇരിക്കുന്ന വാർഡ് പോലും പിടിച്ചടക്കിയ BJPയുടെ കരുത്തനായ സ്ഥാനാർത്ഥി, പ്രാദേശിക തലത്തിലൊക്കെ വലിയ സ്വാധീനശേഷിയുള്ള കൃഷ്ണരാജ് തന്നെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വലിയ രീതിയിൽ കാര്യങ്ങളൊന്നും വലിയ അവകാശവാദങ്ങളൊന്നുമില്ല. ജനങ്ങൾക്ക് തന്നെ അറിയാം, ജനങ്ങളോടൊപ്പം താനുണ്ട്, ൊപ്പമാണ് ഇത്രയും കാലം നിന്നത്. അതുകൊണ്ട് തന്നെ തനിക്ക് വിജയം സുനിശ്ചിതമാണ് എന്നുള്ളൊരു അഭിപ്രായവും അദ്ദേഹം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ലിസ്റ്റിലുള്ള, അല്ലെങ്കിൽ അദ്ദേഹം തോൽപ്പിച്ച ആളുകളുടെയൊക്കെ പേരുകൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ച്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷനെയൊക്കെ സംബന്ധിച്ച് വലിയ പേരുകളൊക്കെയാണ്. പ്രത്യേകിച്ച് 2015 CPM-ൻ്റെ മേയറായിരുന്ന ജയൻ ബാബുവിനെയാണ് അദ്ദേഹം തോൽപ്പിച്ചത്. 2020 KPCC ഓഫീസ് ഇരിക്കുന്ന വാർഡ് അത് കോൺഗ്രസിൽ നിന്നും പിടിച്ചെടുക്കുന്നത്. അങ്ങനെ ഒരു ഹാട്രിക് അട്ടിമറി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ ഒരു ഹാട്രിക് അട്ടിമറിക്ക് ലക്ഷ്യമിട്ടാണ് ഇത്തവണ S മധുസൂദനൻ നായരെ ഈ കവടിയാർ വാർഡിലേക്ക് BJP കൊണ്ടുവന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അങ്ങനെ വലിയൊരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന വാർഡ്, അവിടെ തന്നെ വലിയ രാഷ്ട്രീയ നേതാക്കൾ അടക്കം വന്ന്, കേരളത്തിൻ്റെ ഗവർണർ അടക്കം വന്ന് വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വാർഡ്, ഒരു ബൂത്ത്, അങ്ങനെയാണ് നമ്മളിതിനെ കാണേണ്ടത്. അങ്ങനെ വളരെ സജീവമായി രാവിലെ തന്നെ കവടിയാർ വാർഡിൽ ഈ വോട്ടിംഗ് നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ആളുകൾ വലിയ തോതിൽ തന്നെ രാവിലെ ഇവിടേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതാണ്. മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ വേഗം വോട്ട് ചെയ്ത് പെട്ടെന്ന് മടങ്ങുക എന്നുള്ളതാണ് അവർ ലക്ഷ്യമിടുന്നത്. അങ്ങനെ വോട്ടിംഗ് നടപടികൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു വശത്ത് നേരത്തെ എത്തി ക്യൂവിൽ കാത്തിരുന്ന ആളുകൾ അവർ ഇപ്പോൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ളവർ ഇവിടെയുണ്ട്. നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. അവിടെ അദ്ദേഹത്തിനൊപ്പം BJPയുടെ സ്ഥാനാർത്ഥി S മധുസൂദനൻ നായരും S സുരേഷിനെ പോലെയുള്ള മുതിർന്ന BJP നേതാക്കളുമുണ്ട്. മറുവശത്ത് ഇവിടുത്തെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ശബരിനാഥനും ഇവിടെ തന്നെയുണ്ട്. അങ്ങനെ രാവിലെ തന്നെ കവടിയാർ വലിയൊരു രാഷ്ട്രീയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് എന്നുള്ളത്. വിവിധ സംഘടനകളുടെ രാഷ്ട്രീയ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളുമൊക്കെ ഓരോരുത്തരായി ഈ ബൂത്തിലേക്കും ഇവിടെയുള്ള 4 ബൂത്തുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഈ ബൂത്തുകളിലെല്ലാം പ്രധാനപ്പെട്ട പല നേതാക്കൾക്ക് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരിക്കൽ കൂടി പറയാം. രാജഗോപാൽ, BJPയുടെ മുതിർന്ന നേതാവായിട്ടുള്ള രാജഗോപാൽ ഇവിടെ തന്നെയാണ് വോട്ടുള്ളത്. ഈ സ്കൂളിൽ തന്നെയാണ് വോട്ടുള്ളത്. ഇവിടുത്തെ 4 ബൂത്തുകളിലൊന്നിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ട്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഇവിടുത്തെ 5-ാം നമ്പർ ബൂത്തിലാണ് അദ്ദേഹത്തിൻ്റെ വോട്ടുള്ളത്.
എത്തുന്നത്. കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള കെ മുരളീധരൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ തന്ത്രങ്ങളൊക്കെ മെനയുന്നതിൽ ഏറ്റവും നിർണായക ശക്തി അല്ലെങ്കിൽ നിർണായക സ്വാധീനമായിട്ടുള്ള അല്ലെങ്കിൽ നിർണായകമായ പങ്ക് വഹിക്കുന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും. അങ്ങനെ ഒരുപാട് രാഷ്ട്രീയ നേതാക്കളും ഒരുപാട് പ്രധാനപ്പെട്ട വ്യക്തികളും ഈ നഗരത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളുമൊക്കെ വോട്ട് ചെയ്യാനെത്തുന്ന ഒരു സ്ഥലമാണ് കവടിയാർ. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വോട്ട് ചെയ്യാനായി ക്യൂവിൽ കാത്തു നിൽക്കുകയാണ്. കൃഷ്ണരാജ്. പ്രജിത് മോഹനാണ് തിരുവനന്തപുരം കവടിയാർ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വോട്ട് രേഖപ്പെടുത്താനെത്തി. കെ മുരളീധരൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അവിടെയാണ് വോട്ട് രേഖപ്പെടുത്തുക. ഗവർണർ അടക്കം. അതൊരു VVIP പോളിംഗ് ബൂത്താണ്.